എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അൻവറിനെ പറഞ്ഞു പറ്റിച്ച് പുറത്തു കൊണ്ടുപോയത് UDF ആണെന്നും വിജയരാഘവൻ. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയത് A. വിജയരാഘവനാണെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയ്ക്ക് വാർത്താ സമ്മേളനത്തിലൂടെ മറുപടി നൽകുകയായിരുന്നു A. വിജയരാഘവൻ. അസംതൃപ്തരുടെ കൂട്ടായ്മയായി കോൺഗ്രസ് മാറി. മുനയൊഴിഞ്ഞ പ്രസ്താവനകളാണ് പ്രതിപക്ഷ നേതാവ് വീണ്ടും എടുത്ത് പ്രയോഗിക്കുന്നത്. മലപ്പുറം ജില്ലയെപ്പറ്റി VD സതീശന് ഒന്നും അറിയില്ല. ജില്ലാ രൂപവൽക്കരണത്തെ എതിർത്ത് സമരം നയിച്ചത് ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവരായിരുന്നു. ജാതിമതഭേദമന്യേ നാടിന്റെ വികസനത്തിനാണ് EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മലപ്പുറം ജില്ല രൂപവൽക്കരിച്ചത്. PV അൻവറിനെ പറഞ്ഞുപറ്റിച്ച് പുറത്തുകൊണ്ടുപോയത് UDF ആണ്. അൻവറിനെ UDF വേദികളിലേക്ക് എത്തിക്കാൻ അവിടെ നേതാക്കളുടെ തിരക്കായിരുന്നു. ദേശീയപാതയിൽ ചില വിള്ളലുകൾ വന്നപ്പോൾ അത് പ്രതിപക്ഷ നേതാവ് ആഘോഷമാക്കുകയാണ്. ദേശീയപാതയിൽ ഏറെ പിന്നിൽ നിന്നിരുന്ന കേരളത്തെ മുൻനിരയിലെത്തിച്ചത് LDF സർക്കാരാണ്. ഒരു സംസ്ഥാനത്തും ദേശീയപാതയുടെ നിർമ്മാണം ഇത്ര വേഗത്തിൽ നടന്നിട്ടില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സ്വരൂപിച്ചു വെച്ച പണം കൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. മുൻപും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് UDF വില കുറഞ്ഞ രാഷ്ട്രീയമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇടതുപക്ഷം വിശേഷിച്ച് അന്ന് CPM സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി എന്താ പറഞ്ഞേ, നമുക്ക് നല്ല റോഡ് വേണമെന്നാണ്. ഞങ്ങളെല്ലാവരും ആലോചിച്ച് പാർട്ടി നിലനിൽക്കാൻ തീരുമാനിച്ചു. ദേശീയപാത വികസനത്തിന് വിഘാതമായി നിൽക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാവരുത്. രാഷ്ട്രീയം നോക്കിയല്ലോ. UDF അധികാരത്തിലിരുന്നപ്പോഴും അതേ നിലപാടല്ലേ സ്വീകരിച്ചത്. ഇപ്പൊ നമ്മൾ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചു. ഇച്ഛാശക്തി പ്രകടിപ്പിച്ചപ്പോ ഇത്ര വേഗത്തിൽ കേരളത്തില് എന്താ ഇവിടെ പറഞ്ഞിരുന്നത്, എന്താ പ്രചരിപ്പിച്ചിരുന്നത്? ഇടതുപക്ഷം വന്നാൽ വികസനം ഉണ്ടാവില്ല. ഇപ്പൊ റോഡ് ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ്. പട്ടിക വരുന്നു. ചില ഭാഗങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ചില ഭാഗങ്ങൾ 80%, ചിലത് 90%. നല്ല നിലയിൽ. ഇപ്പൊ മലപ്പുറം ജില്ലയില് ഈ റോഡ് വരുന്ന സമയത്ത് കുറെ ആശങ്കകൾ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായി. ഏറ്റവും വേഗതയിൽ പ്രവർത്തനം പൂർത്തീകരിച്ചത് മലപ്പുറം ജില്ലക്കകത്താണ്. മികവാർന്ന പ്രവർത്തനങ്ങളിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാക്കും. ഏത് സമൂഹത്തിനും മൂലധന നിക്ഷേപത്തിന് അടിസ്ഥാന സൗകര്യം വേണം. റോട്ടിൽ കിടക്കാൻ പറ്റുമോ? 2-3 മണിക്കൂർ നമുക്ക് ട്രാഫിക് ജാമിൽ കിടക്കാൻ പറ്റുമോ? ഇതങ്ങനെയല്ലല്ലോ. ദേശീയപാതയിൽ എത്തിയാൽ നമുക്ക് നേരെ അങ്ങ് പോവാം. കേരളത്തിന്റെ വേഗത എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പോവാം? വളരെ വേഗത്തിലാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ പോവാണ്. അതിന് ആ നിലയിൽ കാണണ്ടേ. ഒരു സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായപ്പോ എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം. ഭയങ്കരമാരാട്ടോ. ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു ദൗർബല്യം ഉണ്ടാവുന്നത്. കറക്റ്റാ. വർഗീയതയെക്കുറിച്ച് പറയാൻ കോൺഗ്രസിന് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? നിലമ്പൂരിൽ CPM BJP സൗഹൃദമെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അവജ്ഞയോടെ തള്ളുകയാണ്. ഇരിക്കുന്ന കസേരയ്ക്ക് പോലും വില കൽപ്പിക്കാതെ തരം താഴ്ന്ന പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. താൻ ഓരോ സമയത്തും നടത്തിയ പ്രസംഗങ്ങൾ പാർട്ടി നയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.